ഇടത് സ്ഥാനാർത്ഥി എ സമ്പത്തിന് വേണ്ടി വോട്ട് തേടി കാരേറ്റ് ജംഗ്ഷനിലാണ് കോടിയേരി ബാലകൃഷ്ണൻ അടുത്തതായി പ്രചരണ യോഗത്തിനെത്തിയത്. വേനൽ ചൂടിനിടയിൽ പെയ്ത മഴയെ അവഗണിച്ചും നൂറുകണക്കിന് പ്രവർത്തകർ കോടിയേരിയെ കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് അല്ല. ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ പ്രചരിപ്പിക്കുന്നത് UDF ജയിച്ചാലേ ബി ജെ പിയെ പുറത്താക്കാൻ സാധിക്കൂ എന്നാണ്. എന്നാൽ 2004 ഇടതുപക്ഷം ജയിച്ചപ്പോഴല്ലേ ബി ജെ പിയെ പുറത്താക്കാൻ സാധിച്ചത്? കോൺഗ്രസിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോഴും തമിഴ്നാട്ടിൽ കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഭാഗമായി CPM സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്നുള്ളതാണ് BJP അടക്കം ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പ്രധാനപ്പെട്ട പാർട്ടി DMK ആണ്. ആ DMKയുമായിട്ടാണ് തമിഴ്നാട്ടിൽ ഇടതുപക്ഷം ധാരണയുണ്ടാക്കിയിട്ടുള്ളത്. DMK കോൺഗ്രസുമായും മറ്റുള്ള കക്ഷികളുമായിട്ട് ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള നീക്കുപോക്കുകൾ അത്തരം കക്ഷികൾ ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ എതിരല്ല എന്ന് ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് ഒളിച്ചുകളി ഇല്ലാതെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കുന്നൊരു കാര്യമാണ്. കേരളത്തിലെ നേതാക്കന്മാരുടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്നത് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ സംസ്ഥാന കോൺഗ്രസ്സുകാരുടെ സമ്മർദ്ദത്തിന് വിധേയമാകേണ്ട ആളാണോ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്? കോൺഗ്രസിനൊരു ഹൈക്കമാൻഡില്ലേ? ഹൈക്കമാൻഡിന് ഇന്ന് ഒരു സ്വാധീനവും സംസ്ഥാനങ്ങളില്ല എന്നുള്ള തെളിവല്ലേ? പശ്ചിമബംഗാളിൽ ഇങ്ങനെയൊരു നീക്കുപോക്ക് ഉണ്ടാക്കണം എന്ന് രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും പറഞ്ഞിട്ട് പശ്ചിമബംഗാളിലെ കോൺഗ്രസ് കേട്ടില്ലല്ലോ. ഇത് കാണിക്കുന്നത് കോൺഗ്രസിനൊരു കേന്ദ്രീകൃതമായ നേതൃത്വമില്ലാതായി, ഹൈക്കമാൻഡ് ഇല്ലാതായി. ഓരോ സംസ്ഥാനത്തിലെയും കോൺഗ്രസ്സുകാർ പറയുന്നതനുസരിച്ച് നിലപാടെടുക്കുന്ന ഒരു സമീപനം വന്നതോടുകൂടി ഒരു സുശക്തമായ നേതൃത്വമില്ലാത്തൊരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത്, വയനാട്ടിൽ വന്നപ്പോൾ പറഞ്ഞത് CPMനെതിരെ താൻ ഒന്നും പറയില്ല എന്നുള്ളതാണ്. പക്ഷേ താങ്കളുടെ പ്രസംഗത്തിലും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി CPMനെതിരെ ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നത്? ഒരുപക്ഷെ വരും കാലത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു സഖ്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് അത്തരമൊരു നിലപാടെടുക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതമാക്കിയിട്ടുള്ളത്. RSSനെതിരെ ശക്തമായിട്ട് പോരാടുന്നത് CPM ആണ് കേരളത്തിൽ. ആ CPMനെതിരെ വിമർശനം നടത്തിയാൽ അത് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയാവും. അത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ആ വിമർശനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി യാതൊരുവിധ സൗജന്യവും ഞങ്ങളോട് കാണിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഞങ്ങളെ വിമർശിക്കാം. അദ്ദേഹം ഞങ്ങളെ വിമർശിച്ചാൽ ആ വിമർശനത്തിന് മറുപടി പറയാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസിനെതിരായി പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേരളത്തിൽ വന്ന് CPMനെ വിമർശിക്കുന്നില്ല എന്ന നിലപാട് അദ്ദേഹം എടുത്തത്. രാഹുൽ ഗാന്ധി വന്നതോടുകൂടി ന്യൂനപക്ഷ വോട്ടുകൾ CPMന് കിട്ടേണ്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുമെന്നൊരു ആശങ്ക CPM നേതൃത്വത്തിനുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരുവിധ ആശങ്കയുമില്ല. ഈ അമേത്തിയിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിൽ 38% മുസ്ലിം വോട്ടുണ്ട്. അവിടെ മുസ്ലിം വോട്ട് ഭദ്രമാണെങ്കിൽ എന്തിനാണ് അദ്ദേഹം അമേത്തിയിൽ പുറമെ മറ്റൊരു മണ്ഡലത്തിലേക്ക് കൂടി മത്സരിക്കേണ്ടുന്ന കാര്യം എന്താണ്? അവിടെ തന്നെ മുസ്ലിം വോട്ട് അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ കഴിയുന്നുള്ള സ്ഥിതി അമേത്തിയിലുണ്ടായില്ലേ? 6.5 ലക്ഷം മുസ്ലിം വോട്ടർമാരുള്ള സ്ഥലമാണ് അമേത്തി. അങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക്. ഇവിടെയും ഒരു 38% മുസ്ലിം വോട്ട് വയനാട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ മുസ്ലിം വോട്ടർമാരുടെ കണക്ക് നോക്കിയാൽ അമേത്തിയും കണക്കാണ്, വയനാട്ടും കണക്കാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മുസ്ലിം വോട്ടർമാർ എല്ലാം രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാണെന്ന് പ്രചരിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി പാർലമെൻറ്റിലെടുത്ത 5 കൊല്ലത്തെ സമീപനം അത് പരിശോധിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് എങ്ങനെ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ സാധിക്കും? ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട് കേരളത്തിൽ. മുസ്ലിം ലീഗിൻ്റെ പിന്തുണ UDFനുണ്ടാകുമ്പോൾ ആ വോട്ട് കോൺഗ്രസിന് കിട്ടും. അല്ലാതെ യാതൊരുവിധ മുസ്ലിം ഏകീകരണവും കേരള സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ലീഗിൻ്റെ പിന്തുണയുമായി ബന്ധപ്പെട്ട് BJP ഇത് വലിയ രീതിയിൽ ഉത്തരേന്ത്യയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ലീഗിൻ്റെ കൂടി പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്തിയിട്ട് വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ ഈ ഇത്തരത്തിലുള്ള പ്രചരണം? അല്ല, അങ്ങനെ ഈ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ കോൺഗ്രസ് ഇക്കാര്യങ്ങളൊക്കെ ഒരു ഹോംവർക്ക് നടത്തേണ്ടതായിരുന്നു. വയനാട് പാർലമെൻറ്റ് മണ്ഡലം കോൺഗ്രസ്സിന് ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലമല്ല. അത് UDF ചേരുമ്പോൾ ലീഗാണ് അവിടുത്തെ ഒന്നാമത്തെ കക്ഷി. ലീഗ് പ്രധാനമായിട്ട് പ്രവർത്തിക്കേണ്ടതൊരു മണ്ഡലമാണ് വയനാട്. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് പ്രസിഡന്റ് മത്സരിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ അതെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് മനസ്സിലാക്കാനെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഒന്ന് ആദ്യം ശ്രമിക്കേണ്ടതായിരുന്നു.
വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പാർട്ടി മുസ്ലിം ലീഗ് തന്നെയാണ്. അവിടെ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുത്തപ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗുകാർ അവിടെ കൂടി. മുസ്ലിം ലീഗുകാരുടെ കയ്യിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ പതാകയുണ്ടായി. ആ പതാക അവിടെ വീശിയപ്പോൾ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത്ഷാ പ്രചരിപ്പിച്ചത് പാകിസ്ഥാൻ്റെ പതാക ഉപയോഗിച്ചതാണ്. എന്നാൽ അങ്ങനെയൊരു വിമർശനം അമിത്ഷാ ഉയർത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ വക്താക്കന്മാർ ഒരാൾ പോലും അവിടെ ഉപയോഗിച്ചത് പാക് പതാകയല്ല എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ ഡിഫെൻഡ് ചെയ്യാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? പാണക്കാട് ഹൈദരലി തങ്ങൾ എഴുതിയ ലേഖനത്തിൽ പോലും ഞങ്ങൾ അവിടെ ഉപയോഗിച്ചത് പാക് പതാകയല്ല എന്ന് പറയാൻ തയ്യാറാവാത്തത് ഈ വിമർശനത്തിൻ്റെ മുമ്പിൽ ഇവർ പകച്ചുപോയി. പാക് ബന്ധം പറഞ്ഞുകൊണ്ട് മുസ്ലിം വിരുദ്ധ പ്രചാരവേല നടത്തുക, മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള പ്രചാരവേല ചെയ്യുന്നത് മുസ്ലിം വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. RSSൻ്റെ ഈ പ്രചരണത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. മുസ്ലിം ലീഗിനെ ഞങ്ങൾ വിമർശിക്കും. മുസ്ലിം ലീഗിനോടുള്ള വിരോധം മുസ്ലിം വിരുദ്ധ വികാരമാക്കി മാറ്റാൻ ഞങ്ങൾ ഒരിക്കലും കൂട്ടുനിൽക്കില്ല. അത് അപകടകരമാണ്. പാകിസ്ഥാനോടുള്ള വിരോധം ഇന്ത്യയിലെ മുസ്ലിമുകൾക്കെതിരായിട്ടുള്ള വികാരമാക്കി മാറ്റുന്നതിനെ ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കില്ല.